ഭാഗ്യം ആരും കണ്ടില്ല. സുഹൈല, നിനക്ക് ചായ വേണ്ടേ? വേണ്ട. അതെന്താ അത്? നിനക്ക് രാവിലെ ചായ നിർബന്ധമാണല്ലോ, ഇല്ലെങ്കിൽ നിനക്ക് തലവേദന വരില്ലേ? രാവിലെ എടുത്ത് വെച്ചിട്ട് കുടിച്ചോ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, കുറച്ച് സമാധാനം തരുമോ? തേങ്ങ ഇവൾക്ക് ഇതെന്താ പറ്റിയത്? ചായ കുടിച്ചോ പറഞ്ഞത് ഇപ്പൊ തെറ്റായോ? അല്ലെങ്കിൽ രാവിലെ ചായ വെച്ചു കൊടുത്തില്ലെങ്കിലാ പ്രശ്നം. ഹലോ. പറടി. പണി പാളിയടാ. എന്താടി, എന്താ പ്രശ്നം? എന്താന്നോ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്ന്. നീ കാര്യം പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് വയറ്റിലുണ്ട്. അയ്യോ. ഇനി എന്താ ചെയ്യാം? ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണ, ഒരു ഓക്കാനോ എന്തൊക്കെയോ പോലെ. അപ്പോഴേ എനിക്ക് തോന്നി. ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര ഛർദിയാണ്. അപ്പൊ നിന്റെ ഉമ്മയോ? അവരെല്ലാം അറിഞ്ഞോ? ഉമ്മ ഇവിടെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉമ്മമാന്റെ വീട്ടിലേക്ക് പോയേക്കണെന്ന്. ഇന്ന് വരുന്ന പറഞ്ഞത്. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഉമ്മ വന്ന എന്തായാലും ഉമ്മക്ക് സംശയാവും. ഇനി എന്തൊക്കെ ആവോ എന്തോ. നീ പേടിക്കണ്ട, നമുക്കൊരു വഴി കാണാം. സുഹൈല, സുഹൈല, എന്താ ചെയ്യണേ? ഇവരിപ്പൊ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. ഈ പെണ്ണിപ്പൊ വന്ന് 24 മണിക്കൂറും വാലടച്ചും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. സുഹൈല, എന്താന്നോ സമയം 12 മണിയായി, വല്ലതും കഴിക്കണ്ടേ? നീ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. വായോ, മീൻകറി വെച്ചിട്ടുണ്ട്, ചോറ് തിന്നാ. എന്താടി, എന്താ പറ്റി? എന്ത് പറ്റാന്? നിങ്ങൾ ഇന്നലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയില്ലേ? അതന്നെ, അത് കഴിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാ എനിക്കൊരു വയറുവേദനയും ഛർദിയും. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ നിക്കണ്? ആ ബിരിയാണിക്ക് എന്താ കുഴപ്പം? എന്നിട്ട് നീ ഇന്നലെ 2-3 വട്ടം എടുത്ത് തിങ്ങനെ ഉണ്ടല്ലോ. ഇന്ന് രാവിലെയും കൂടി ഞാൻ അതാ തിന്നത്, എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സ്വയം പുകഴ്ത്തലാണല്ലോ നിങ്ങളുടെ പണി. നിന്റെ ഫോൺ അടിക്കണ്ടല്ലോ, ചിലപ്പോ അവനിരിക്കും. ഇപ്പൊ അവരെങ്ങനെ എടുക്കുവോ? നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്തത്? അതിനിപ്പോ എന്താ? എനിക്കിഷ്ടല്ല എന്റെ ഫോൺ വേറെ ആരെടുക്കുന്നത്. എനിക്കിഷ്ടല്ല. മേലത് ആവർത്തിക്കരുത്. നിങ്ങൾ എന്റെ റൂമിൽ നിന്ന് പോവാൻ നോക്ക്. രക്ഷപ്പെട്ടു. റംസിയേ, റംസിയേ. ഉമ്മ വന്നോ? എന്നാ മനത് അങ്ങോട്ട് വെച്ചോ. എന്താ ഇതൊക്കെ? അതില് 10 നാളികേരും 5-6 ഇടിച്ചക്കയും കുറച്ച് മാങ്ങയൊക്കെയാ മനെ. അവിടെ വീട്ടില് പ്ലാവില് പ്രാവശ്യം എന്താ ഒരു ഇടിച്ചക്ക ഉണ്ടാക്കിയാണ്. അതൊന്നൊരു ഇടിച്ചക്ക ആ ജമീലാക്കും കൊടുക്കട്ടാ. അവിടെ ഞാൻ പോകുമ്പോഴേ പറഞ്ഞതാണ് ഒരെണ്ണം വേണമെന്ന്. ഞാൻ കൊടുക്ക. സുഹൈലി അവിടെ മാനെ? അവള് കോളേജിക്ക് പോയി. കോളേജിക്കോ? അതിനൊന്ന് കോളേജ് ഇല്ലാലോ. അവളുടെ കൂട്ടുകാരി ഇല്ലേ ഒരു റിൻസാന, അവളൊക്കെ ഞാൻ വരുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നേ. അവളെ എൻ്റെ അടുത്ത് പറയുന്നു കോളേജ് ഇല്ലാന്ന്. പിന്നെ ഈ പെണ്ണ് എവിടേക്കാ പോയത്? ചിലപ്പോ അവൾക്ക് അറിയാണ്ട് പോയതായിരിക്കും. അവിടെ എത്തിട്ട് കോളേജ് ഇല്ലാന്ന് പറഞ്ഞ അവൾ ഇങ്ങോട്ട് തന്നെ വരും. മുള്ളിക്ക് വായോ. അതെ, നല്ല കൂട്ടുരമ്മ. നമ്മുടെ ഖദീജമ്മ ഇല്ലേ? അമ്മ അതിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ. അതെ.
നല്ല ചെറുക്കനൊരു വീട്, ഒരൊറ്റ നില ടെറസ് വീട്. അവർക്ക് 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. 2 പെണ്ണുങ്ങളുടെ കല്യാണവും കഴിഞ്ഞു, മക്കളുമായി. ഇതിപ്പോ മൂത്തവനാണ്. ഇനിയിപ്പോ രണ്ടാമത്തവന് മറ്റേ എന്താണ് +2 പഠിക്കണു പറഞ്ഞു. ഓഹോ. ഖദീജമ്മായി ചെക്കന്റെ പേര് പറഞ്ഞു. എന്താ ചെക്കന്റെ പേര്? ഷെജീർ. അവന് 2 വർഷമായിട്ട് ഗൾഫിലായിരുന്നു അത്ര. അപ്പൊ നാട്ടിക്ക് വന്നതാണ്. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോവാനാ തോന്നുന്നു. അവർക്ക് കല്യാണം പെട്ടെന്ന് വേണം തോന്നുന്നുണ്ട്. അവനിക്ക് അവിടെ എന്തോ കമ്പനിയിൽ എന്തോ ഒരു കമ്പ്യൂട്ടറിൽ അങ്ങനെ എന്തോ ഒരു പണിയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ സുഹൈലാക്കും 10-22 വയസ്സായില്ലേ. ഇനി എപ്പോഴത്തേക്കാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്? അവനിക്കാണെങ്കിൽ 2 മാസം കൂടി കഴിഞ്ഞാൽ 26 വയസ്സാവുള്ളൂ. പെട്ടെന്ന് തന്നെ കല്യാണം നോക്കുക തോന്നുന്നുണ്ട്. എന്തുകൊണ്ടും അവൾക്ക് ചേരും. പെട്ടു. പിന്നെ നമുക്കും അതെ, നമ്മുടെ കുടുംബത്തേക്കും ചേരുന്ന കുടുംബമാണ്. അല്ലെങ്കിലും പെൺകുട്ടികൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ലമ്മ. ഇപ്പത്തെ കാലമല്ലേ. എന്തായാലും ഈ ആലോചന തട്ടിക്കളയണ്ട. ഇവർക്കിത് എന്തിന്റെ കട പണ്ടാരം. നമ്മുടെ ഖദീജമ്മായി നാളെ വരുന്നുണ്ടല്ലോ ചക്കന്റെ ഫോട്ടോ ഒക്കെ ആയിട്ട്. അവളെ കാണിച്ചു കൊടുക്കാന്. ഫോട്ടോ അവള് കണ്ടിട്ട് അവളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാ പറയട്ടെ. എന്നിട്ട് ചക്കനെയും ചക്കന്റെ വീട്ടുകാരനെയും കാണാൻ വിട്ടാക്കാന്നാണ് ഖദീജമ്മായി പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലെങ്കിലേ പെട്ടിട്ടിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യണം. അവളുടെ തലവിധി പോലെ നടക്കും. ഖദീജമ്മായോ വായോ. എന്താടി റംസേ നിന്റെ കോലം? പിന്നെ നീ ഇങ്ങനെ ചുണ്ണി ഉണങ്ങി വരികയാണല്ലോ. എന്താണ് സുബൈത്താത്ത് നിനക്കൊന്നും തിന്നാനും കുടിക്കാനൊന്നും തരുന്നില്ലേ? നീ വന്ന ഒരു 8-9 മണിയാകുമ്പത്തിന് എന്താ പുറത്തൊരു വെയിലാണ്. ഞാൻ അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങിയതാ. റംസി അമ്മായിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വാ ഉള്ളിക്ക് വാ. എവിടെ നിന്നിട്ട് നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ ഇല്ലേ? അവള് റൂമിലുണ്ട്. ഞാൻ വിളിക്കാം. സുഹൈല ആടാ, നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ എപ്പോ വേണമെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാ. പെണ്ണ് കേട്ടിട്ടില്ല തോന്നുന്നു. ചിലപ്പോ നല്ല ഉറക്കായിരിക്കും. ഞാൻ വിളിച്ചിട്ട് വരാം. ശരി ഞാൻ വിളിക്കാട്ടോ. ഉമ്മ വിളിക്കണ്ട്. ശരി ഞാൻ കട്ടാക്കണേ. ഇതെന്ത് കോലോടി? നീ എന്തോ ഉറങ്ങായിരുന്ന? എന്നാലേ മുഖമൊക്കെ ഒന്ന് കഴുകിട്ടേ അങ്ങോട്ട് വായോ. എന്തിന്? നമ്മുടെ ഖദീജമ്മായില്ലേ, അവര് വന്നിട്ടുണ്ട്. അവരൊരു ചെക്കന്റെ ഫോട്ടോ കാണിച്ചു തരും. അത് കണ്ടിട്ട് നീ നിന്റെ അഭിപ്രായം പറയും. വല്ല കല്യാണാലോചനാണെങ്കിലേ എനിക്ക് കാണണ്ട. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. എനിക്ക് പഠിക്കണം. നീ പഠിച്ചോ? നീ ഇപ്പൊ ഇതൊന്ന് വന്ന് കണ്ടിട്ട് പോ. വാടി. വരാ. നിങ്ങൾ നടക്ക്. വേഗം വായോ. ചെയ്യ അതെ വന്നാ ഇന്ന് കോളേജിലാലുണ്ണി? ഇല്ല. അധികം ആരെടുത്ത് അവനെ സംസാരിക്കാത്ത ഒരു ടൈപ്പാ തോന്നുന്നു. അപ്പൊ എന്തായാലും അമ്മായി എന്തിനാ വന്നതെന്നൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നീ ഇത് നോക്ക്. എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട നീ പറ. വാങ്ങിക്കടി. എങ്ങനെയുണ്ട്? പറ്റിയ? നിനക്ക് പറ്റിയ അവര് നാളെ തന്നെ വരും. കൊഴപ്പില്ല. എന്താ അവൾക്കൊരു മുഖമൊന്നും ഒരു തെളിച്ചില്ലാത്ത പോലെ? കല്യാണത്തിന് താല്പര്യമില്ലേ? അത് വേറൊന്നല്ല, അവൾക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, പഠിക്കണം എന്നൊക്കെയാ പറയുന്നത്. അതിനിപ്പോ എന്താണ്? അവള് പഠിച്ചോട്ടെ. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവൻ ഗൾഫിക്ക് പോകും. പിന്നെ ഇവൾക്കൂടെ പഠിച്ചൂടെ? അത് ശരിയാ. നിങ്ങൾ എന്തായാലും നാളെ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞോളി. അവളൊക്കെ സമ്മതിക്കും. അതന്നെ. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. അപ്പൊ ഞാനേ നാളെ വരാം അവരിനെയും കൂട്ടിയിട്ട്. ഞാൻ പോട്ടെ. പോവാന്നോ? നിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. ഒന്നും വേണ്ട. നിനക്ക് ഇനിയും സമയമുണ്ടല്ലോ.
ഓ അതെ അതെ അതെ. ശരി എന്നാ. റംസിയെ പണികളൊക്കെ ഒരുങ്ങിയില്ല മൈനെ, ഒരു 10-10 അവര് വരൂട്ടാ. ഓ എല്ലാ ആയുമ്മ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വന്നതും കുടിക്കാൻ കൊടുക്കാനും ജ്യൂസും ഉണ്ട്. ഓ മതി മതി. സുഹൈലിയോ പെണ്ണിച്ചില്ലേ? ഇല്ലമ്മ, ഞാൻ കുറച്ചേരത്തെ പോയി നോക്കിയപ്പോഴേ അവള് പുതച്ച് മൂടി കടന്ന് ഉറങ്ങാണ്. ഉമ്മന്ന് പോയി വിളിച്ചു നോക്ക്. അപ്പൊ ഞാൻ വിളിച്ചത് ചിലപ്പോ അവൾക്ക് ദേഷ്യം വരും. പാവം, ഉറങ്ങട്ടെ ഉറങ്ങട്ടെ, കഴിഞ്ഞില്ലേ അതിന്റെ ഉറക്കമൊക്കെ. ഇതിപ്പോ ഉറച്ചു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടാവും, പിന്നെ ഉറക്കമൊക്കെ കണക്കന്നെ. പാവം, ഞാൻ പോയിട്ട് പെണ്ണിനെ വിളിച്ചെടുപ്പിക്കട്ടെ. ഇത് എന്തൊരു കോലോ അത്, ഈ ചൂടത്ത് എന്തീ പെണ്ണ് ഇങ്ങനെ പോച്ച മൂടി കടന്നുറങ്ങണത്? ഡി ഉണ്ണി, ഡി സുഹൈല, എനിക്ക് മാനെ എണിച്ച് കുളിക്ക്. അവരൊരു 10 മണിയാകുമ്പത്തിന് വരും. എണിക്കടി എണിക്കടി, പെണ്ണ് ഒന്നുമില്ലാത്ത ഉറക്കമാണ് ഇപ്പൊ ഇന്ന്. എണിക്കടി കുട്ടിയെ. അയ്യോ എന്റെ മകളോ, അയ്യോ റംസിയേ, റംസിയേ, മകള് ഞാനിതെങ്ങനെ സഹിക്കറമ്മേ. അയ്യോ എന്റെ മകള് പോയി. മഹാഭാവി, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ റബ്ബേ, എന്നോട് ചെയ്തില്ലേ മഹാഭാവി. അയ്യോ ഒരിക്കലും നന്നാവില്ല, ഇവിടെ നശിച്ചു പോവുള്ളൂ. എന്തമ്മ എന്തിനാ കരയണത്? സുഹൈല എവിടെ? സുഹൈല, ഇനി അവളുടെ പേരിവിടെ മിണ്ടരുത്. ആ നശിച്ചവളുടെ. എന്തമ്മ എന്താ കാര്യം? അവളെവിടെ? എന്നാ നീ വായിച്ചു നോക്ക്. എന്നോട് ഞാൻ മഹാപാപി ഇത് ചെയ്തില്ല. എന്നാലും ഇവള് ഇങ്ങനെയൊക്കെ. പോട്ടെ, എവിടേക്കോന്ന് വെച്ചാ പോട്ടെ, പോയി തോലിക്കട്ടെ. മോശം പിടിച്ചവള്, പുകഞ്ഞ കൊള്ളി പുറത്ത്. അങ്ങനെ തന്നെ. എന്നാലും ഞാൻ അവന്റെ വാപ്പ മരിച്ച ശേഷം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവനെ വളർത്തി ഒരു നിലയിലാക്കിയത്. എന്നിട്ട് ആ പെണ്ണ് എന്റെ അടുത്ത് ചെയ്തത്. സുഹൈലാന്റെ കല്യാണമായിരുന്നു എന്റെ മകന്റെ സ്വപ്നം. പോയി, എല്ലാം പോയി, എല്ലാം തൊലച്ചു. ഒറ്റ ഒരുത്തി എല്ലാം തൊലച്ചു. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ ക്ഷമിക്കണത്ര. വിഷമം ക്ഷമിക്കാൻ. അല്ലമ്മ, അവള് പോയി, പക്ഷെ എന്നാലും നമുക്കൊന്നും അന്വേഷിക്കണ്ടേ? എന്തിന്? കൊണ്ടവന്മാരെ കൂടെ ഒക്കെ കൂടിയിട്ട് വയറ്റിലായിട്ട് ഓടിപ്പോയതിനൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? എനിക്ക് ഞാൻ അങ്ങനെ ഒരു മകളില്ല. ഞാൻ പ്രസവിച്ച എനിക്കൊരു ഒറ്റ മകനേ ഉള്ളൂ. എനിക്കത് മതി.